Hello dear students, welcome back to ISKSA English. Okay dear students, നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് എന്നുള്ളതാണ് നമ്മുടെ ലാസ്റ്റ് ക്ലാസ്. അപ്പോൾ നോക്കൂ, നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷൻ ആണ് നമ്മളെ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രോനൗൺ വൺ എന്നുള്ളതാണ്. അതായത് ONE, നമ്മൾ ഒന്ന് എന്ന് പറയില്ലേ. അപ്പോൾ ഈ വൺ എന്നുള്ള പ്രോനൗണിൻ്റെ ഉപയോഗം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതായത് ദ യൂസസ് ഓഫ് ഇൻഡെഫിനിറ്റ് പ്രോനൗൺ വൺ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഏതാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഉപയോഗ രീതി. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ ക്ലാസ്സിലേക്ക് പോവാം. ദ യൂസസ് ഓഫ് വൺ. പേഴ്സണൽ പ്രോനൗൺസ് ലൈക്ക് ഹി ഓർ ഷീ should not be used to replace the indefinite pronoun one. അപ്പോൾ ഞാൻ പറഞ്ഞു ഇൻഡെഫിനിറ്റ് പ്രോനൗൺ ആണ് ഇത് വൺ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇൻഡെഫിനിറ്റ് പ്രോനൗൺ ആയിട്ടുള്ള വൺ എന്നുള്ളതിനെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ പേഴ്സണൽ പ്രോനൗൺ ആയിട്ടുള്ള ഹി എന്നുള്ളതോ ഷീ എന്നുള്ളതോ ഉപയോഗിക്കാൻ പാടില്ല. അതായത് നമ്മളിപ്പോൾ സെൻറ്റൻസിൻ്റെ ഒരു ഭാഗത്ത്, ഇപ്പോൾ സബ്ജക്റ്റിൻ്റെ ഭാഗമായിക്കോട്ടെ, ആ ഭാഗത്ത് നമ്മൾ വൺ എന്നുള്ള ഇൻഡെഫിനിറ്റ് പ്രോനൗൺ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ മറുവശത്ത്, അതായത് ഒബ്ജക്റ്റിൻ്റെ ഭാഗമോ മറ്റോ മറുവശത്ത്, അതായത് പേഴ്സണൽ പ്രോനൗൺ ആയിട്ടുള്ള ഹി എന്നുള്ളതോ അല്ലെങ്കിൽ ഷീ എന്നുള്ളതോ അവയുടെ രൂപങ്ങളോ, അതായത് പ്രോനൗൺസിൻ്റെ സബ്ജക്റ്റീവ് ഫോം, ഒബ്ജക്റ്റീവ് ഫോം, അതുപോലെ തന്നെ പൊസസീവ് രൂപങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള രൂപങ്ങളോ ഉപയോഗിക്കാൻ പാടില്ല. അതായത് വൺ എന്നുള്ള പ്രോനൗൺ ആണെങ്കിൽ അതിൻ്റെ രൂപം തന്നെ, വൺ എന്നുള്ളത് ഇൻഡെഫിനിറ്റ് പ്രോനൗൺ ആണ്, അത് തന്നെ ഉപയോഗിക്കണം. നമ്മൾ അതിനു പകരമായിട്ട് ഹി എന്നുള്ളതോ ഷീ എന്നുള്ളതോ ഉപയോഗിക്കാൻ പാടില്ല. എക്സാമ്പിൾസ് നോക്കൂ. വൺ ഷുഡ് ലവ് ഹിസ് കൺട്രി. വൺ ഷുഡ് ലവ്, ഒരു വ്യക്തി സ്നേഹിക്കേണ്ടതുണ്ട്, ഇഷ്ടപ്പെടേണ്ടതുണ്ട്. വൺ ഷുഡ് ലവ് ഹിസ് കൺട്രി, അവൻ്റെ രാജ്യത്തെ. ഇത് കറക്റ്റ് അല്ല. എന്താ കറക്റ്റ് അല്ല എന്ന് പറയാനുള്ള കാരണം, ഇവിടെ വൺ എന്നുള്ളത് ഇൻഡെഫിനിറ്റ് ആണ്. അതായത് എന്നാൽ ഹിസ് കൺട്രി എന്ന് പറഞ്ഞിടത്ത് ഹിസ് എന്നുള്ളത് പേഴ്സണൽ പ്രോനൗൺ ആണ്. അത് ഹിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ്, ഒരുത്തനാണ്. പക്ഷേ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡെഫിനിറ്റ് ആണ്. അപ്പോൾ വൺ എന്നുള്ളതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ റീപ്ലേസ് ചെയ്തിട്ട് ആ ഹിസ് എന്ന് ഉപയോഗിച്ചത് ശരിയായില്ല, ഇൻകറക്റ്റ് ആണ്. ഏത് വൺ ഷുഡ് ലവ് ഹിസ് കൺട്രി മിസ്റ്റേക്ക് ആണ്. അതെങ്ങനെയാ കറക്റ്റായിട്ട് ഉപയോഗിക്കുക? വൺ ഷുഡ് ലവ് വൺസ് കൺട്രി. വൺ ഷുഡ് ലവ്, ഒരുത്തൻ സ്നേഹിക്കേണ്ടതുണ്ട്. വൺസ് കൺട്രി, അവൻ്റെ രാജ്യത്തെ, ഒരുത്തൻ്റെ രാജ്യത്തെ. വൺസ് വൺ ലവ്, വൺ ഷുഡ് ലവ്, വൺ ഷുഡ് ലവ്, ഒരുത്തൻ സ്നേഹിക്കണം. വൺസ് കൺട്രി, ഒരുത്തൻ്റെ കേട്ടോ. അതുപോലെ തന്നെ വൺ ഷുഡ് ഒബേ, വൺ ഷുഡ് ഒബേ ഹെർ പാരൻസ്. ശരിയാണോ? മിസ്റ്റേക്കാണ്, ഇൻകറക്റ്റ് ആണ്. എന്താ കാരണം? ആ വണ്ണ് വന്നത് കൊണ്ട് അപ്പുറത്ത് എന്ത് ചെയ്യുക, എന്ത് പാടില്ല, ഹെർ പാരൻസ് പാടില്ല. അതിന്റെ കറക്റ്റ് എന്താ? വൺ ഷുഡ് ഒബേ വൺസ് പാരൻസ്. വൺ ഷുഡ് ഒബേ വൺസ് പാരൻസ്. ഓക്കെ, കാര്യം വ്യക്തമായല്ലോ അല്ലേ? നോക്കൂ, ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവാണ്. നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസ് എന്നുള്ളതാണ്. ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസ്. ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസ് ആർ യൂസ്ഡ് ടു പോയിന്റ് ഔട്ട് എ സ്പെസിഫിക് പേഴ്സൺ ഓർ തിങ്. സ്പെസിഫിക് ആയിട്ടുള്ള പേഴ്സൺ അല്ലെങ്കിൽ തിങ്, അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ ഉപയോഗിക്കുക. അതായത് സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ നിശ്ചിതമായിട്ടുള്ള അല്ലെങ്കിൽ ചില പ്രത്യേക ഇന്നന്ന വസ്തു എന്ന് പറയില്ല, അതാണ് സ്പെസിഫിക്. ഇന്നന്ന സാധനങ്ങൾ. അപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള വസ്തു അല്ലെങ്കിൽ പേഴ്സൺ, അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസ് ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാ ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസ്? ദിസ് എന്നുള്ളത്, ദാറ്റ് എന്നുള്ളത്, ദീസ് എന്നുള്ളത്, ദോസ് എന്നുള്ളത്. എക്സാമ്പിൾ, ദിസ് ഈസ് ദ ആക്ടർ, അല്ലെ? സ്പെസിഫിക് ആയിട്ട് പറയാണ്, ഇതാണ് ആ ആക്ടർ. സ്പെസിഫിക് ആയിട്ട്
ദിസ് ഈസ് ദ ആക്ടർ ഹൂ വൺ ദ നാഷണൽ അവാർഡ്. ആര്? ദിസ് ഈസ് ദ ആക്ടർ ഹൂ വൺ ദ നാഷണൽ അവാർഡ്. നാഷണൽ അവാർഡ് വിൻ ചെയ്ത ആ ആക്ടർ ദിസ് ഈസ്, ഇതാണ് ആക്ടർ, ഇതാണ് ആ ആക്ടർ ഹൂ വൺ ദ നാഷണൽ അവാർഡ്. നാഷണൽ അവാർഡ് വിൻ ചെയ്ത വ്യക്തി. അടുത്ത എക്സാമ്പിൾ, ദീസ് ആർ ദ ബോയ്സ് ഹൂ പ്ലേഡ് ദ ഗെയിം ഇൻ ദ ക്ലാസ് റൂം. ഇവരാണ് ആ ആൺകുട്ടികൾ. ഏത് ആൺകുട്ടികൾ? ഹൂ പ്ലേഡ് ദ ഗെയിം ഇൻ ദ ക്ലാസ് റൂം. ക്ലാസ് റൂമിൽ ഗെയിം കളിച്ച ആൺകുട്ടികൾ. ദീസ് ആർ ദ ബോയ്സ്, ദീസ് ആർ ദ ബോയ്സ്, ഇവരാണ് ആ ബോയ്സ്. ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ് ക്യാൻ ഫങ്ഷൻ ആസ് ഒബ്ജക്റ്റീവ്. ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ് ഒബ്ജക്റ്റീവിന്റെ ഫങ്ഷൻ ചെയ്യും. എന്താണ് ഒബ്ജക്റ്റീവിന്റെ ഫങ്ഷൻ? അതായത് നാമത്തിന്റെ വിശേഷണമായിട്ട് വരിക. അപ്പൊ ഇത്തരത്തിൽ നാമത്തിന്റെ വിശേഷണമായിട്ട് അല്ലെങ്കിൽ നാമത്തെ ക്വാളിഫൈ ചെയ്യാം, നാമത്തെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ് ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ, ദീസ് സ്റ്റുഡൻസ്. ആ സ്റ്റുഡൻസിനെ ക്വാളിഫൈ ചെയ്തു. സ്റ്റുഡൻസ്? ദീസ് സ്റ്റുഡൻസ് ആർ വെരി ക്രിയേറ്റീവ്. ഈ സ്റ്റുഡൻസ് വളരെ ക്രിയേറ്റീവ് ആണ്. ദിസ് ബുക്ക് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഏത് ബുക്ക്? ദിസ് ബുക്ക്. ദിസ് ബുക്ക് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഈ പുസ്തകം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. When demonstrative pronouns are used as adjectives, they agree with the noun in terms of their number. ഇനി ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസ് അഡ്ജക്റ്റീവ്സ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ, ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസ് അഡ്ജക്റ്റീവ്സ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഏത് നാമത്തിന്റെ കൂടെയാണ് വരുന്നതെങ്കിൽ ആ നാമത്തോട് നമ്പറിന്റെ കാര്യത്തിൽ യോജിക്കണം. ഏത് നാമത്തിന്റെ കൂടെ, അതായത് സിംഗുലർ ആയിട്ടുള്ള നാമത്തിന്റെ കൂടെയാണ് വരുന്നതെങ്കിൽ സിംഗുലർ ആയിട്ടുള്ള ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ ഉപയോഗിക്കണം. പ്ലൂരൽ ആയിട്ടുള്ള നാമത്തിന്റെ കൂടെയാണ് വരുന്നതെങ്കിൽ പ്ലൂരൽ ആയിട്ടുള്ള ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ ഉപയോഗിക്കണം. എക്സാമ്പിൾ, ദിസ് ഗേൾ ഇസ് എ ഡാൻസർ. ഇവിടെ ഗേൾ എന്നുള്ളതാണ് എന്ത്? നാമം. ഗേൾ എന്നുള്ള നാമം സിംഗുലർ ആണ്, അതുകൊണ്ടാണ് ദിസ് പറഞ്ഞത്. ദിസ് ഗേൾ ഈസ് എ ഡാൻസർ. എന്നാൽ അടുത്ത എക്സാമ്പിൾ നോക്കൂ, ദീസ് ഗേൾസ് ആർ ഡാൻസേഴ്സ്. ദീസ് ഗേൾസ് ഗേൾസ് എന്ന് പറയുമ്പോൾ ദീസ് എന്നുള്ളത്, ദീസ് ഗേൾസ് ആർ ഡാൻസേഴ്സ്. Demonstrative pronouns are sometimes used for emphasis. ഇനി ചില സന്ദർഭങ്ങളിൽ എംഫൈസിസ്, ഊന്നൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ചില വസ്തുതകളെ സ്ട്രെസ് ചെയ്യുക, ഊന്നൽ കൊടുക്കുക, അടിവരയിട്ട് പറയുക. അതിനുവേണ്ടി എന്ത് ചെയ്യാറുണ്ട്? ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസ് ഉപയോഗിക്കാറുണ്ട്. എക്സാമ്പിള്, ദിസ് പെൻ ഓഫ് മൈൻ. ദിസ് പെൻ ഓഫ് മൈൻ, എൻ്റെ ഈ പേന, അല്ലേ? ദിസ് പെൻ ഓഫ് മൈൻ. അതായത് നമ്മൾ സാധാ നോർമൽ കേസിൽ ഉപയോഗിക്കുമ്പോൾ എങ്ങനെ ഉപയോഗിക്കുക? ദിസ് ഈസ് മൈ പെൻ, അല്ലെ? ഇൻസ്റ്റെഡ് ഓഫ് മൈ പെൻ. സാധാരണ ഉപയോഗിക്കുമ്പോൾ നമ്മൾ മൈ പെൻ എന്നാ പറയാം. ദിസ് ഈസ് മൈ പെൻ, അല്ലെ? അതായത് ദിസ് പെൻ ഓഫ് മൈൻ, എന്റേതായിട്ടുള്ള ഈ പേന, അല്ലെ? എന്റേത് സ്ട്രെസ് ചെയ്തു കേട്ടോ. അപ്പൊ ഇവിടെ ദിസ് പെൻ, ദിസ് പെൻ. അതുപോലെ തന്നെ ദിസ് ബാഗ് ഓഫ് യുവേഴ്സ്, ദിസ് ബാഗ് ഓഫ് യുവേഴ്സ്. അതായത് സാധാരണ പറയാൻ എങ്ങനെയാണ്? ദിസ് ഈസ് യുവർ ബാഗ്, ദിസ് ഈസ് യുവർ ബാഗ്, ദിസ് ബാഗ് ഓഫ് യുവേഴ്സ്. നോക്കൂ, നമുക്ക് ഇനി അടുത്ത ടോപ്പിക്കാണ് റിലേറ്റീവ് പ്രോനൗൺസ്. എന്താ റിലേറ്റീവ് പ്രോനൗൺസ്? കേട്ടിട്ടുണ്ടോ? അതായത് ഒരു നാമത്തെക്കുറിച്ച്, അതായത് നാമത്തെ മോഡിഫൈ ചെയ്യുമ്പോൾ ആ നാമത്തെക്കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത്? റിലേറ്റീവ് പ്രോനൗൺ. നോക്കൂ, റിലേറ്റീവ് പ്രോനൗൺസ് ആർ
pronouns which describe the noun that are mentioned before it. അതായത് ആ ഒരു റിലേറ്റീവ് പ്രോനൗണ്, ആ റിലേറ്റീവ് പ്രോനൗണിന് മുൻപിൽ വരുന്ന നൗൺ, ആ നൗണിനെ മെൻഷൻ ചെയ്യാൻ വേണ്ടി, സൂചിപ്പിക്കാൻ വേണ്ടിയാണ് റിലേറ്റീവ് പ്രോനൗൺസ് ഉപയോഗിക്കുന്നത്. ഇനി ഏതൊക്കെയാണ് റിലേറ്റീവ് പ്രോനൗൺസ്? ഹൂ എന്നുള്ളത്, വെൻ എന്നുള്ളത്, വേർ എന്നുള്ളത്, വിച്ച് എന്നുള്ളത്, ദാറ്റ് എന്നുള്ളത്. ഇനി നോക്കൂ, ഒരു എക്സാമ്പിൾ നോക്കുക. ദിസ് ഈസ് ദ ബോയ് ഹൂ. ദിസ് ഈസ് ദ ബോയ്, ഇവനാണ് ആ പയ്യൻ. ഏതു പയ്യൻ? ഹൂ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ഡയറക്റ്റിംഗ് ദ ആക്ഷൻ ഫിലിം. ആക്ഷൻ ഫിലിം ഡയറക്റ്റ് ചെയ്യാൻ, സംവിധാനം ചെയ്യാൻ താല്പര്യപ്പെടുന്ന പയ്യൻ, ആ പയ്യനാണ് ഇവൻ. ദിസ് ഈസ് ദ ബോയ് ഹൂ. ഇവിടെ ദ ബോയ് എന്നുള്ളതാണ് എന്ത്? നൗണ്. ആ നൗണിനെ വീണ്ടും മെൻഷൻ ചെയ്യുക, അല്ലെങ്കിൽ ആ നൗണിനെ എന്ത് ചെയ്യാണ്? എക്സ്പ്ലെയിൻ ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ഡിഫൈൻ ചെയ്യുക. അതിനു വേണ്ടിയാണ് എന്ത് ചെയ്തത്? റിലേറ്റീവ് പ്രോനൗൺ ആയിട്ടുള്ള ഹൂ എന്നുള്ളത് ഉപയോഗിച്ചത് കേട്ടോ. അതിനെ ഡിസ്ക്രൈബ് ചെയ്യാം. ദാറ്റ് മീൻസ് ആ ഹൂ എന്ന് പറയുന്ന റിലേറ്റീവ് പ്രോനൗൺ, ആ റിലേറ്റീവ് പ്രോനൗണിന്റെ മുൻപിൽ വന്നിരിക്കുന്ന നാമം, ദാറ്റ് ഈസ് ദ ബോയ്. ആ ബോയ് എന്നുള്ളതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയാണ് റിലേറ്റീവ് പ്രോനൗൺ ആയിട്ടുള്ള ഹൂ എന്നുള്ളത് ഉപയോഗിച്ചത്. അപ്പൊ പേഴ്സണെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് ഹൂ എന്നുള്ളത്. അതുപോലെ തന്നെ ഹൂം എന്നുള്ളതും ഹൂസ് എന്നുള്ളതൊക്കെ ഉപയോഗിക്കാം. ദീസ് ആർ ദ ഫ്ലവേഴ്സ്, ഇതാണ് ആ പൂക്കള്. അപ്പൊ ഇവിടെ ഫ്ലവേഴ്സ് എന്നുള്ളതാണ് നാമം. ആ ഫ്ലവേഴ്സ് ആയതുകൊണ്ട് പൂക്കൾ, അത് വ്യക്തിയല്ല. അതുകൊണ്ട് നമ്മൾ അവിടെ ഹൂ ഉപയോഗിക്കാൻ പാടില്ല. പകരം ദീസ് ആർ ദ ഫ്ലവേഴ്സ് വിച്ച് വേർ ബോട്ട് ഫ്രം ചെന്നൈ. ചെന്നൈയിൽ നിന്നും വാങ്ങിയിരിക്കുന്ന പൂക്കൾ ഇതാണ്. ദീസ് ആർ ദ പൂക്കൾ, സോറി, ദീസ് ആർ ദ ഫ്ലവേഴ്സ്. ദീസ് ആർ ദ ഫ്ലവേഴ്സ്, ഇതാണ് ആ പൂക്കള്. ദീസ് ആർ ദ ഫ്ലവേഴ്സ് വിച്ച് വേർ ബോട്ട് ഫ്രം ചെന്നൈ. ഇവയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ചെന്നൈയിൽ നിന്നും വാങ്ങിയിരിക്കുന്നത്. ഇവിടെ ഫ്ലവേഴ്സിനെ കുറിച്ചാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോൾ അവ വസ്തുവാണ്, വ്യക്തിയല്ല. അതുകൊണ്ടാണ് എന്തുപയോഗിച്ചത്? വിച്ച് ഉപയോഗിച്ചത്. അടുത്തത് ദ യൂസ് ഓഫ് റിലേറ്റീവ് പ്രോനൗൺസ് ഹൂ, വിച്ച്, ദാറ്റ്. അതായത് ഹൂ എന്നുള്ള, വിച്ച് എന്നുള്ള, ദാറ്റ് എന്നുള്ള റിലേറ്റീവ് പ്രോനൗൺസിന്റെ ഉപയോഗം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഹൂ എന്നുള്ളത് എന്തിനാ ഉപയോഗിക്കുന്നത്? യൂസ്ഡ് ഫോർ പേഴ്സൺസ്. എക്സാമ്പിൾ, ഹി ഈസ് ദ വൺ, ഇയാളാണ് ആ വ്യക്തി, ആ ഒരാൾ. വൺ ഹൂ ഹാസ് കുക്ക്ഡ് ദ ഫുഡ്, പാചകം ചെയ്ത ആ വ്യക്തി ഇയാളാണ്. ഹി ഈസ് ദ വൺ, ആ വൺ എന്നുള്ള വ്യക്തി, ആ വ്യക്തിയെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഹൂ എന്നുള്ളത് ഉപയോഗിച്ചു. എന്നിട്ട് ആ വ്യക്തിയെ ഡിസ്ക്രൈബ് ചെയ്തിട്ട് വിശദീകരിച്ചിട്ട് പറയാണ് ആരാണ് ഈ ഒരാൾ, ഇയാൾ ആരാണിത്? ഹൂ ഹാസ് കുക്ക്ഡ് ദ ഫുഡ്, ഇദ്ദേഹമാണ് ഫുഡ് എന്ത് ചെയ്തത്? കുക്ക് ചെയ്തത്. ഹി ഈസ് ദ വൺ ഹൂ ഹാസ് കുക്ക്ഡ് ദ ഫുഡ്, ഇദ്ദേഹമാണ് ഫുഡ് എന്ത് ചെയ്തത്? കുക്ക് ചെയ്തത്. ഇനി നോക്കൂ, ഷീ ഈസ് ദ വുമൺ, ഷീ ഈസ് ദ വുമൺ ഹൂ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ടീച്ചിങ്. ഷീ ഈസ് ദ വുമൺ, ഇവരാണ് ആ സ്ത്രീ. എങ്ങനത്തെ സ്ത്രീ? ഹൂ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ടീച്ചിങ്, ടീച്ചിങ്ങിൽ താല്പര്യമുള്ള സ്ത്രീ. അപ്പോ ഹൂ എന്നുള്ളത് യൂസ്ഡ് ഫോർ പേഴ്സൺ, വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ആനിമൽസ് ആൻഡ് തിങ്സ്. അപ്പോ നൗണായിട്ട് ആനിമലോ തിങ്സോ വരുമ്പോ, നൗണായിട്ട് ആനിമലോ തിങ്സോ വരുമ്പോ അവയെ ഡിസ്ക്രൈബ് ചെയ്യാൻ പ്രോനൗൺ ആയിട്ട് നമ്മൾ വിച്ച് ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ, ആനിമൽ ഓർ തിങ്സ് കേട്ടോ, വസ്തു. ദിസ് ഈസ് ദ പാർക്ക്, ഇവിടെ വസ്തുവാണ് പാർക്ക്. ദിസ് ഈസ് ദ പാർക്ക് വിച്ച് വി യൂസ്ഡ് ടു വിസിറ്റ് ഇൻ അവർ ചൈൽഡ്ഹുഡ്. നമ്മളെ കുട്ടിക്കാലത്ത് നമ്മൾ സന്ദർശിച്ചിരുന്ന പാർക്ക്. ദിസ് ഈസ് ദ പാർക്ക് വിച്ച്, ഇതാണത്. ഏത്? വി യൂസ്ഡ് ടു വിസിറ്റ് ഇൻ അവർ ചൈൽഡ്ഹുഡ്. അടുത്തത്,
ഹി ഹാസ് റിട്ടൺ എ ബുക്ക്. ഇവിടെ എ ബുക്ക് എന്നുള്ളതാണ് നൗണ്. ഹി ഹാസ് റിട്ടൺ എ ബുക്ക് വിച്ച് ഈസ് yet to be published. അത് ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യാനിരിക്കുന്നു. ദിസ് ഈസ് ദ ബുക്ക്. ഇതാണ് ആ ബുക്ക്. വിച്ച്, അത്. ബുക്ക് എന്ന് പറഞ്ഞാൽ വസ്തുവാണ്, അതുകൊണ്ടാണ് വിച്ച്. ഈസ് yet to be published, ഇതുവരെ പബ്ലിഷ് ചെയ്യാത്തത്. അപ്പൊ ഇതുവരെ പബ്ലിഷ് ചെയ്യാത്ത ഒരു പുസ്തകം അവൻ എഴുതിയിട്ടുണ്ട്. ഇനി ദാറ്റ് ആണ്. ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ പേഴ്സൺസ് ആൻഡ് തിങ്സ്. അപ്പൊ ദാറ്റ് വസ്തുക്കൾക്കും ഉപയോഗിക്കും, തിങ്സിനും ഉപയോഗിക്കും. പേഴ്സൺസ്, ദാറ്റ് ഈസ് കോമൺ ഫോർ പേഴ്സൺസ് ആൻഡ് തിങ്സ്. നോക്കൂ, എക്സാമ്പിൾ, ദിസ് ഈസ് ദ ബുക്ക് ദാറ്റ്. അപ്പൊ ഇവിടെ വസ്തുവാണ്. ദിസ് ഈസ് ദ ബുക്ക്, ഇതാണ് ആ പുസ്തകം. ദാറ്റ് ഐ വാസ് സെർച്ചിങ് ഫോർ, ഞാൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന പുസ്തകം, ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന പുസ്തകം. ദിസ് ഈസ് ദ ബുക്ക് ദാറ്റ്, ഇതാണ് ആ പുസ്തകം. അതുപോലെ തന്നെ ദ ബോക്സ് ദാറ്റ് വാസ് കെപ്റ്റ് ഓൺ ദ ടേബിൾ ഈസ് ഫൗണ്ട് മിസ്സിംഗ്. ദ ബുക്ക്, ദ ബുക്ക്, ആ പുസ്തകം. ഏ ബുക്ക്? ദ ബുക്ക്. ഏതാണത്? ദാറ്റ്. ഡിസ്ക്രൈബ് ചെയ്യാണ് ദാറ്റ്. അപ്പൊ ഇവിടെ വസ്തുവാണ്, ഉദ്ദേശിച്ച പുസ്തകമാണ്. വാസ് കെപ്റ്റ് ഓൺ ദ ടേബിൾ ഈസ് ഫൗണ്ട് മിസ്സിംഗ്. അപ്പൊ ആ ടേബിളിൽ ഇരിക്കുന്ന പുസ്തകം. ദ ബുക്ക്, ബുക്ക്, ബുക്കിനെ ഡിസ്ക്രൈബ് ചെയ്യാണ്. ഏതാണത്? ദാറ്റ് വാസ് കെപ്റ്റ് ഓൺ ദ ടേബിൾ ഈസ് ഫൗണ്ട് മിസ്സിംഗ്. അപ്പൊ ടേബിളിൽ ഇരിക്കുന്ന പുസ്തകമാണ് ഏത്? മിസ്സിംഗ് ആയത്. ദ ബുക്ക് ദാറ്റ്, അല്ലെ? ദ ബുക്ക് ദാറ്റ് വാസ് കെപ്റ്റ് ഓൺ ദ ടേബിൾ ഈസ് ഫൗണ്ട് മിസ്സിംഗ്. അപ്പൊ ഇതോടുകൂടി എന്ത് ചെയ്ത്? റിലേറ്റീവ് പ്രോനൗൺ എന്നുള്ളത് ഇതോടുകൂടി എന്ത് ചെയ്തു? കംപ്ലീറ്റ് ആയി കേട്ടോ. റിലേറ്റീവ് പ്രോനൗൺസ്. നോക്കൂ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. പ്രിപ്പോസിഷൻസ് എന്നുള്ളതാണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പൊ എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട ശേഷം എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന്, സെക്കൻഡ് സെം പഠിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. ഡൗട്ട്സ് ഒക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.